നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒമാനിൽ വിസ നിരോധം. കാലാവധി പൂർത്തിയാക്കാതെ മടക്കുന്നവർക്ക് മാത്രം. സ്പോൺസർ NOC നൽകിയാൽ ജോലി മാറുന്നതിന് തടസ്സമില്ലെന്നും തൊഴിൽ മന്ത്രാലയം. കുവൈത്തിൽ വിദേശികൾക്ക് താമസകാല പരിധി 5 വർഷമായി നിജപ്പെടുത്തണമെന്ന ബിൽ പാർലമെന്റ് തള്ളി. രൂപയ്ക്കെതിരെ ഗൾഫ് കറൻസികളുടെ മൂല്യത്തിൽ ഇടിവ്. സൗദി ഖത്തർ റിയാലുകൾ 10 മാസത്തെ താഴ്ന്ന നിരക്കിൽ. വിപണിയിൽ പ്രതിഫലിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗതിമാറ്റ സൂചനകൾ. സൗദി അറേബ്യയിൽ ബിനാമി കച്ചവടങ്ങൾക്ക് ഇനി മുതൽ കർശന നിയന്ത്രണം. പിടിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെ തുടർ നടപടികൾക്കായി മന്ത്രാലയത്തിന് കൈമാറും. മലയാളികളുടേതുൾപ്പെടെയുള്ള 100 കണക്കിന് സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിൽ. 10 വർഷത്തെ ഭരണത്തിന് ശേഷം പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പടിയിറങ്ങുന്നു. മൻമോഹന് ഊഷ്മളമായ യാത്രയയപ്പ്. മരുന്ന് നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ദൽബീർ സിംഗ് സുഹാങ് പുതിയ കരസേനാ മേധാവി. തീരുമാനം UPA സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ രൂപയ്ക്കെതിരെ ഗൾഫ് കറൻസികളുടെ മൂല്യം 10 മാസത്തെ താഴ്ന്ന നിരക്കിലെത്തി. സൗദി റിയാലിന്റെ മൂല്യം 16.29 നിന്ന് 15.89ലേക്കും ഖത്തർ റിയാലിന്റെ നിരക്ക് 16.79 നിന്ന് 16.31ലേക്കും ഇടിഞ്ഞു. ആഗോള വിപണിയിൽ അമേരിക്കൻ ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ നില മെച്ചപ്പെടുത്തിയതോടെയാണ് ഡോളർ ബന്ധിത ഗൾഫ് കറൻസികളുടെ മൂല്യത്തിന് കോട്ടം തട്ടിയത്. സൗദി റിയാൽ ഉൾപ്പെടെ വിവിധ ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് ഇതോടെ കഴിഞ്ഞ 10 മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ഇടിഞ്ഞു. രൂപയുടെ വിനിമയ നിരക്കിൽ വർഷാരംഭത്തിൽ 62.70 മുകളിലുണ്ടായിരുന്ന ഡോളറിന്റെ നിരക്ക് 59.50 വരെ ഇടിഞ്ഞിരുന്നു. ഇതോടെ 2 ആഴ്ച മുൻപ് 16.29 ഉണ്ടായിരുന്ന സൗദി റിയാലിന്റെ മൂല്യം 15.88 കുറഞ്ഞു. UAE ദിർഹമിന്റെ മൂല്യം 16.66 നിന്ന് 16.22 ആയും ഖത്തർ റിയാലിന്റെ മൂല്യം 16.79 നിന്ന് 16.31 ആയും ഇടിഞ്ഞിട്ടുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ ദിനാറുകളുടെ വിനിമയ നിരക്കിലും ആനുപാതികമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അവസാനഘട്ട തിരഞ്ഞെടുപ്പ് കൂടി പിന്നിട്ടതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിലുണ്ടായ ചലനങ്ങളാണ് ആഗോളതലത്തിൽ രൂപയ്ക്ക് കരുത്തു പകർന്നത്. രണ്ടാം UPA സർക്കാരിന്റെ ആദ്യ പാതി പിന്നിട്ടതോടെയാണ് ഇന്ത്യൻ രൂപയ്ക്ക് ആഗോള വിപണിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച ആരംഭിച്ചത്. പിന്നീടുള്ള രൂപയുടെ മൂല്യശോഷണം പ്രവാസികൾക്ക് വിനിമയ നിരക്കിൽ വലിയ നേട്ടമാണ് നൽകിയത്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തെക്കുറിച്ച സൂചനകൾ വന്നതോടെ രൂപ കരുത്താർജിക്കുന്നത് പ്രവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കരുത്തു നേടിയുള്ള രൂപയുടെ തിരിച്ചുവരവ് 2 വർഷമായി വിനിമയ നിരക്കിൽ അനുഭവിച്ചിരുന്ന നേട്ടം നഷ്ടപ്പെടുമോ എന്നാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത്. മീഡിയ വൺ റിയാദ്. വിസ കാലാവധി പൂർത്തിയാക്കാതെ മടങ്ങുന്നവർക്ക് മാത്രമാണ് ഒമാനിൽ 2 വർഷത്തെ വിസ നിരോധം ഏർപ്പെടുത്തുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സ്പോൺസർ NOC നൽകിയാൽ ജോലി മാറുന്നതിന് തടസ്സമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിയമമാറ്റം സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണം. ഒമാൻ തൊഴിൽ മന്ത്രാലയം ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് വിസ നിയമമാറ്റം സംബന്ധിച്ച് നിലനിൽക്കുന്ന അവ്യക്തതകൾക്ക് മറുപടി നൽകിയത്. വിസ നിരോധം സംബന്ധിച്ച് നേരത്തെ മീഡിയ വൺ പുറത്തുവിട്ട റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. വിസ കാലാവധി അഥവാ തൊഴിൽ കരാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജോലി വിട്ടുപോകുന്നവർക്ക് മാത്രമാണ് 2 വർഷം വിസ വിലക്ക് നേരിടേണ്ടി വരിക. എന്നാൽ ഇവർക്ക് നിലവിലെ സ്പോൺസർ NOC നൽകാൻ തയ്യാറായാൽ ജോലി മാറ്റത്തിന് തടസ്സമില്ലെന്നും മന്ത്രാലയം വിശദീകരിച്ചു. പ്രവാസികൾക്ക് പൊതുവെ ആശ്വാസം പകരുന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ മന്ത്രാലയത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ കരുതിയിരുന്നത്ര കാഠിന്യമുള്ളതല്ല ഇതിലെ വ്യവസ്ഥകളെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട്. പൊതുവെ വിസ കാലാവധി പൂർത്തിയാക്കാതെ മടങ്ങുന്നവർക്ക് മാത്രമാണ് നിരോധം എന്നാണ് പുതിയ വിശദീകരണത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. അവർക്ക് പോലും സ്പോൺസറുടെ NOC ഉണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരം പുതിയ നിയമത്തിലുണ്ട്. ജോലി വിട്ടുപോകുന്ന മുഴുവൻ പേർക്കും 2 വർഷത്തെ വിസ നിരോധമുണ്ടാകുമെന്ന വിധം സോഷ്യൽ മീഡിയകളിലും ചില ദിനപത്രങ്ങളിലും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വിസ കാലാവധി പൂർത്തിയാക്കി ജോലി വിടുന്നവരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. തൊഴിലാളികൾക്കും കമ്പനികൾക്കും ഒരുപോലെ ഗുണകരമായ തീരുമാനമാണ് മന്ത്രാലയം കൈക്കൊള്ളുന്നത്. നിയമപരിഷ്കാരം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും തൊഴിൽ മന്ത്രാലയം വിശദീകരിച്ചു. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്. കുവൈത്തിൽ വിദേശികൾക്ക് താമസകാല പരിധി 5 വർഷമായി നിജപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്ന കരട് ബിൽ പാർലമെന്റിന്റെ നിയമകാര്യ സമിതി തള്ളി. ഭരണഘടനാ വിരുദ്ധവും നിയമവിധേയവുമല്ലാത്ത ഒട്ടേറെ നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ബില്ലെന്ന് സമിതി വിലയിരുത്തി. കഴിഞ്ഞ ജനുവരിയിൽ പാർലമെന്റിൽ അബ്ദുള്ള അൽ തമീമി MP ബിൽ അവതരിപ്പിച്ചത്. വിദേശികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത കണക്കാക്കി കുവൈത്തിൽ താമസിക്കുന്നതിനുള്ള കാലപരിധി നിശ്ചയിക്കണമെന്നതായിരുന്നു നിർദ്ദേശം. സാധാരണക്കാരായ വിദേശികൾക്ക് പരമാവധി 5 വർഷത്തെ താമസാനുമതിയാണ് നിർദ്ദേശിച്ചത്. അത് കഴിഞ്ഞാൽ വിസ പുതുക്കി നൽകരുതെന്നായിരുന്നു നിർദ്ദേശം.
ദുബായ് ട്രാമുമായി ബന്ധപ്പെട്ട അപകടങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് RTയും പബ്ലിക് പ്രോസിക്യൂഷനും തമ്മിൽ ധാരണയായി. RTA ചെയർമാൻ മത്താർ അൽ തായിറും ദുബായ് അറ്റോർണി ജനറൽ ഇസാം ഇസ അൽ ഹുസൈമാനും ഇതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ദുബായ് ട്രാമിന്റെ ഒന്നാം ഘട്ടം ഈ വർഷം നവംബറിൽ പ്രവർത്തനം തുടങ്ങും. ട്രാമും മറ്റു വാഹനങ്ങളും കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് വിവരം RTA ഉടൻ പബ്ലിക് പ്രോസിക്യൂഷനെ അറിയിക്കും. അപകടത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും തെളിവായി വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതിനായി ട്രാമുകളിലും സ്റ്റേഷനുകളിലും അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ ഘടിപ്പിക്കും. പബ്ലിക് പ്രോസിക്യൂഷൻ അപകടത്തെക്കുറിച്ച് വിവരം ശേഖരിക്കുകയും ട്രാം ഓപ്പറേറ്ററിൽ നിന്ന് തെളിവെടുക്കുകയും ചെയ്യും. ട്രാമിന്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത വിധം തെളിവെടുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കും. അപകടവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏകോപിപ്പിക്കാൻ സംയുക്ത സമിതി രൂപവൽക്കരിക്കും. കൃത്യമായ ഇടവേളകളിൽ സമിതി യോഗം ചേരുകയും പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്യും. ദുബൈയിലെ റോഡുകളിലൂടെയുള്ള ഗതാഗതം എളുപ്പത്തിലാക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം പ്രവർത്തിച്ചു വരുന്നതായി മത്താർ അൽ തായിർ അറിയിച്ചു. വാഹനങ്ങളുടെ നീക്കം നിരീക്ഷിക്കാൻ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. വിവിധ റോഡുകളിൽ ഇതിനായി 200ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. ഒമാനിലെ ഇസ്കിയിൽ 2 ഇന്ത്യക്കാരെ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മദർ സിംഗ്, രമേഷ് കുമാർ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വഴിയരികിൽ എഞ്ചിൻ ഓഫാകാതെ നിർത്തിയിട്ട കാറിനകത്തായിരുന്നു ഇവർ മരിച്ചു കിടന്നിരുന്നത്. അറ്റകുറ്റപ്പണിക്കെന്ന പോലെ കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ചിരുന്നു. മൃതദേഹങ്ങൾ ഇസ്കി ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുവൈത്ത് ഔഖാഫ് നീതിന്യായ മന്ത്രി നായിഫ് അൽ അജ്മി രാജിവെച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ 1 മാസം മുമ്പ് രാജി സമർപ്പിച്ചിരുന്നെങ്കിലും അമീർ സ്വീകരിക്കാത്തതിനാൽ തൽസ്ഥാനത്ത് തുടരുകയായിരുന്നു. സിറിയയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അജ്മി സഹായം നൽകുന്നുവെന്ന് US ട്രഷറി സെക്രട്ടറി ഡേവിഡ് കോൺടെയുടെ പരാമർശം അക്കാലത്ത് വിവാദമുയർത്തിയിരുന്നു. ഈ പരാമർശത്തിന്റെ പേരിലാണ് അന്ന് രാജി സമർപ്പിച്ചതെന്ന് വാർത്ത പറഞ്ഞെങ്കിലും ആരോഗ്യപരമായ കാരണമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്. തന്റെ രാജി സ്വീകരിച്ച അമീറിന് നന്ദി അറിയിച്ച് അജ്മി സന്ദേശം അയച്ചു. യുവാക്കളുടെ നേതൃപാഠം വികസിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് ലീഡർഷിപ്പ് പ്രോഗ്രാമിന്റെ പുതിയ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം ദുബൈയിൽ നടന്നു. ഭാവിയിൽ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലെ യുവാക്കൾക്കും പ്രയോജനം ലഭിക്കും വിധമാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. യുവാക്കളുടെ നേതൃപാഠവും വികസിപ്പിക്കൂ എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് ലീഡർഷിപ്പ് പ്രോഗ്രാമിന്റെ പുതിയ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ UAEയിലെ യുവജനതയെ ഉദ്ദേശിച്ചാണ് പ്രോഗ്രാമിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് എല്ലാ GCC രാജ്യങ്ങളിലെ യുവതി യുവാക്കൾക്കും പരിശീലനം നൽകും വിധം വികസിപ്പിച്ചിട്ടുണ്ട്. യുവാക്കളുടെ കഴിവുകൾ കണ്ടെത്തി അവരുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അജ്മാൻ ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറലും പദ്ധതി കമ്മിറ്റി ചെയർമാനുമായ ഫൈസൽ അൽ നോയിമി പറഞ്ഞു. Today we have launched the second round of the program and with expansion to cover the GCC countries. So now we're expecting 20 candidates to be enrolled in this round. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്കും ഭാവിയിൽ അവസരമുണ്ടാവുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് അൽ നുഐമിയുടെ രക്ഷാകർതൃത്വത്തിൽ 2000-ലാണ് പ്രോഗ്രാം ആരംഭിച്ചത്. മീഡിയ 1 ദുബായ്. തെക്കൻ റിയാദിലെ ബദർ ജില്ലയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 11 തൊഴിലാളികൾ മരിച്ചതായി റിയാദ് സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു. വർക്ക്ഷോപ്പിന്റെ 600 മീറ്റർ ചുറ്റളവിൽ തീ വ്യാപിച്ചതായി റിയാദ് സിവിൽ ഡിഫൻസ് വക്താവ് മുഹമ്മദ് അൽ ഹമാദി അറിയിച്ചു. ഷിഫ വ്യവസായ മേഖലയ്ക്ക് പിന്നിലുള്ള സോഫ നിർമ്മാണ മേഖലയിലാണ് തീപിടുത്തം. മരിച്ചവർ ബംഗ്ലാദേശിൽ നിന്നുള്ള തൊഴിലാളികളാണെന്നാണ് സൂചന. ഖത്തറിൽ സ്പോൺസർഷിപ്പ് മാറ്റമടക്കം തൊഴിൽ നിയമങ്ങളിലെ സുപ്രധാന മാറ്റങ്ങൾ നാളെ പ്രഖ്യാപിച്ചേക്കും. തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ട് നാളെ ഉച്ചയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഖത്തറിൽ നിന്ന് മുജീബ് റഹ്മാൻ ചേരുന്നു. ഇന്ത്യക്കാർക്ക് എത്രത്തോളം നിർണായകമാണ് നാളത്തെ സർക്കാർ വിളിച്ചു ചേർത്തിരിക്കുന്ന വാർത്താ സമ്മേളനം? തൊഴിൽ നിയമങ്ങളിൽ എന്തൊക്കെ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നവീൻ, വളരെയധികം സ്വദേശികളും വിദേശികളും ഒരുപോലെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മാറ്റമാണ് സ്പോൺസർഷിപ്പ് മാറ്റം എന്ന് പറയുന്ന ഖത്തറിലെ ഏറ്റവും നിർണായകമായ ഒരു തൊഴിൽ നിയമ ഭേദഗതി. ഇതിന്റെ ഭാഗമായിട്ട് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ആഭ്യന്തര മന്ത്രാലയം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നു. ഇത് സംബന്ധമായ വിവരങ്ങളാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നമുക്ക് കൈമാറുന്നത്. പ്രത്യേകമായി ഏറ്റവും പ്രധാനമായി സംഭവിക്കാനിരിക്കുന്നത് സ്പോൺസർഷിപ്പ് മാറ്റത്തിന് അനുമതി നൽകുന്ന ഭേദഗതി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി തൊഴിലാളികൾ രാജ്യത്ത് ഇത്തരത്തിൽ സ്പോൺസർഷിപ്പ് മാറ്റത്തിന് വകുപ്പുകളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളായിരുന്നിട്ട് പോലും അവർക്ക് സ്പോൺസറുടെ
കീഴിൽ നിന്ന് NOC കിട്ടാതെ മറ്റൊരു ജോലിയിലേക്ക് മാറാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, തൊഴിലാളിക്ക് സ്പോൺസറുടെ അനുമതി കൂടാതെ രാജ്യം വിടാനുള്ള ഒരു അനുമതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഒരു എക്സിറ്റ് പെർമിറ്റ് സംവിധാനം കൂടി രാജ്യത്ത് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ആഗോള നിരവധി അന്തർദേശീയ തലത്തിലുള്ള സംഘടനകളും അതുപോലെ മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഖത്തറിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നാളത്തെ തൊഴിൽ നിയമ ഭേദഗതി സംബന്ധമായ കൃത്യമായ സൂചനകൾ നാളെ ഉണ്ടാവും. അതിൽ സ്പോൺസർഷിപ്പ് നിയമവും എക്സിറ്റ് പെർമിറ്റ് നിയമവും തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പോൺസർഷിപ്പ് നിയമത്തിലെ അപാകതകളെ കുറിച്ച് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ നേരത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന് തന്നെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ ബ്രിഗേഡിയർ നാസർ മുഹമ്മദ് ഈസ സയ്യിദ് കഴിഞ്ഞ ആഴ്ച അതിൽ ആ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിയിച്ചിരുന്നു. ബ്ലൂ കോളർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിക്കാൻ ഗവൺമെന്റ് നിയോഗിച്ച DLA പൈപ്പർ കമ്പനിയുടെ റിപ്പോർട്ടും ഏതാനും ദിവസം മുമ്പ് പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാളത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗം ഏറ്റവും പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഖത്തറിൽ സ്പോൺസർഷിപ്പ് മാറ്റമടക്കം തൊഴിൽ നിയമങ്ങളിലെ സുപ്രധാന മാറ്റങ്ങൾ നാളെ പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങൾ നൽകിയത് ഖത്തറിൽ നിന്നും മുജീബ് റഹ്മാൻ. +2 പരീക്ഷയിൽ ഗൾഫിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം. 3 സ്കൂളുകൾ 100 മേനി വിജയം കൊയ്തു. UAEയിൽ 8 സ്കൂളുകളിലായി 607 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 488 കുട്ടികൾ ഉപരിപഠന യോഗ്യത നേടി. 80.4% വിജയം. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. ദുബൈയിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ, അബുദാബി മോഡൽ സ്കൂൾ, ഷാർജ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ എന്നിവയ്ക്കാണ് 100 മേനി വിജയം. ദുബൈ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ 108 പേരും വിജയിച്ചു. അബുദാബി സ്കൂളിൽ പരീക്ഷ എഴുതിയ 82 പേരും ഷാർജ സ്കൂളിൽ എഴുതിയ 60 പേരും ജയം നേടി. ന്യൂ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, റാസൽ കൈമ ദി ഇംഗ്ലീഷ് സ്കൂൾ, ഉമ്മുൽ കുവ ന്യൂ ഇന്ത്യൻ മോഡൽ HS, ദി മോഡൽ സ്കൂൾ അബുദാബി, ഇന്ത്യൻ സ്കൂൾ ഫുജൈറ, ദി ഗൾഫ് മോഡൽ സ്കൂൾ, ദുബൈ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ, അബുദാബി മോഡൽ സ്കൂൾ, ഷാർജ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ എന്നിവയ്ക്കാണ് 100 മേനി വിജയം. ദുബൈ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ 108 പേരും വിജയിച്ചു. അബുദാബി സ്കൂളിൽ പരീക്ഷ എഴുതിയ 82 പേരും ഷാർജ സ്കൂളിൽ എഴുതിയ 60 പേരും ജയം നേടി. ഉമ്മുൽ കുവൈൻ ന്യൂ ഇന്ത്യൻ മോഡൽ HSS ദുബൈ, ദി മോഡൽ സ്കൂൾ അബുദാബി, ഇന്ത്യൻ സ്കൂൾ ഫുജൈറ, ദി ഗൾഫ് മോഡൽ സ്കൂൾ, ദുബൈ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ, ന്യൂ ഇന്ത്യൻ മോഡൽ HSS അൽ ഐൻ എന്നിവയാണ് പരീക്ഷ നടന്ന UAE വിദ്യാലയങ്ങൾ. മീഡിയ 1 ദുബൈ. മസ്കത്ത് മംഗലാപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് 3 മണിക്കൂർ വൈകി. അബുദാബിയിൽ നിന്ന് മസ്കത്തിലെത്തി ഇന്ന് ഉച്ചയ്ക്ക് 2:15 പുറപ്പെടേണ്ട വിമാനമാണ് തകരാറിലായത്. അബുദാബിയിൽ നിന്നും മസ്കത്തിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകേണ്ട യാത്രക്കാർ 3 മണിക്കൂറോളം വിമാനത്തിനകത്ത് കഴിച്ചുകൂട്ടേണ്ടി വന്നു. വിമാനത്തിലെ AC പോലും നിലച്ചത് യാത്രക്കാരെ വലച്ചു. തകരാർ പരിഹരിച്ച് ഒമാൻ സമയം വൈകിട്ട് 5:30 വിമാനം യാത്ര തിരിച്ചത്. കുവൈത്ത് എയർപോർട്ടിലെത്തിയ ഇന്ത്യക്കാരുടെ ബാഗിൽ നിന്ന് 1.5 കിലോഗ്രാം ഹെറോയിൻ പിടിച്ചു. ബാഗിനെ രഹസ്യാറയിൽ സൂക്ഷിച്ച നിലയിൽ 2 പാക്കറ്റുകളായാണ് ലഹരി വസ്തു കണ്ടെടുത്തത്. കഴിഞ്ഞ 2 മാസങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്നതാണല്ലോ പഴമൊഴി. എന്നാൽ ഈ കാഴ്ച കണ്ടാൽ വേണമെങ്കിൽ ചക്ക ഗൾഫിലും കായ്ക്കുമെന്ന് പറയാം. ഫുജൈറയിൽ നിന്നുള്ള ഒരു ചക്ക കാഴ്ചയിലേക്ക്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന പഴമൊഴിയെ ഒരു പ്ലാവ് തന്നെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ്. സംഭവം ഫുജൈറയിലെ കൽബയുടെ ചുമതലയുള്ള ഷെയ്ഖ് ഹൈത്തം ബിൻ സഖർ അൽ കാസിമിയുടെ വീട്ടുമുറ്റത്ത്. കേരളത്തിലെ ഗ്രാമദൃശ്യത്തെ അനുസ്മരിപ്പിക്കും വിധം പ്ലാവ് കായ്ച്ചു നിൽക്കുന്നത് കാണാം. ഷെയ്ഖ് ഹൈത്തമിൻ്റെ PR ഉദ്യോഗസ്ഥനായ തൃശൂർ നാട്ടിക സ്വദേശി സൈനുദ്ദീൻ 18 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖിനു വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ചക്ക. ചക്ക എന്നുള്ളത് ഷെയ്ഖിനെ ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ ഒരു 8 കിലോ 9 കിലോ ഉള്ള ചക്ക ഒരിക്കൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. അങ്ങനെ അത് അവരുടെ വീട്ടിലൊക്കെ അത് വലിയൊരു സംഭവമായി. കൃഷി തൽപരനായ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം കുരു മുറ്റത്ത് നട്ടു. 8 വർഷമായി നിറയെ കായ്ക്കുന്ന പ്ലാവ് സ്വദേശികളുടെയും വിദേശികളുടെയും മനംകവരുകയാണിപ്പോൾ. ഇവിടെ കൽബയിലൊക്കെ ഉള്ള ഒരുവിധം മലയാളികൾക്കൊക്കെ നമ്മളത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓല പോലും നല്ല മധുരമായിരിക്കും. ആർക്കെങ്കിലും ഇപ്പം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്ക നമുക്ക് സാമ്പിൾ ചെയ്യാൻ തരുന്നതായിരിക്കും. കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷണമേകാൻ പ്ലാവിന് ചുറ്റും ജലവിതരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തത്തകളും കാക്കകളും നിരവധി പറവകളും സ്ഥിരമായെത്തുന്ന പ്ലാവിന് ചുറ്റും ഒരു ആവാസ വ്യവസ്ഥ തന്നെ രൂപപ്പെട്ടത് കാണാം. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുമെന്നതാണ് പഴമൊഴിയെങ്കിലും വേണമെങ്കിൽ ചക്ക മരുഭൂമിയിലും കഴിക്കുമെന്ന് പറയുന്നതാണ് ഇവിടെ ഉചിതം. കൽബയിൽ നിന്നും സൈനുദ്ദീൻ നാട്ടികൾക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ.